നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറയാനുള്ള പുതിയ കള്ളങ്ങൾ ആലോചിക്കുകയായിരിക്കും രണ്ടെണ്ണോ അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവൾ ഈശ്വരമംഗലത്തെ അടുക്കളപ്പണിക്ക് നിന്നവളല്ലേ? ഇവളുമായിട്ടാണോ നിന്റെ സഹവാസം? ഇവളാരാ? നിന്റെ അടുത്ത ബന്ധുവല്ലോ ആണോ? നിനക്കെന്താടി ഇവളുടെ കൂടെ കാര്യം? വീട് വിട്ട് ഇറങ്ങി പോയവളല്ലേ നീ? മറുപടി പറയടി. അത് പിന്നെ നിധി പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വന്നാണെന്ന്. അതൊക്കെ എനിക്ക് മനസ്സിലായി. തൊഴുതുന്ന രീതിയും ഞാൻ കണ്ടു. അതൊക്കെ വിട്. ഒറ്റ കാര്യം എനിക്ക് ക്ലിയർ ആക്കി തന്നാ മതി. നീ പറഞ്ഞിധി, അമ്മയെ കാണാൻ പോയ നീ എങ്ങനെയാ ഇവളുടെ കൂടെ ഇവിടെ എത്തിയത്? നിങ്ങളിലൊരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഒളിഞ്ഞും മറഞ്ഞും നടക്കേണ്ട കാര്യമില്ലല്ലോ. മാഡം, ഒളിഞ്ഞും മറഞ്ഞും നടക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ എന്റെ അമ്മ ചാവാൻ കിടക്കുകയാണോ? ഞാൻ അമ്പലത്തിൽ വന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്താടി അഹങ്കാരം കാണിക്കാണോ നീ? ഇതിൽ അഹങ്കാരമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞങ്ങൾ പോട്ടെ. വാ ആന്റി. നിക്കടി. നിന്നെ അങ്ങനെ വിടാനുള്ള ഉദ്ദേശം എനിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ വെപ്രാളം കാണുമ്പോഴേ എനിക്കറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ആ കള്ളം ഞാനിന്ന് പൊളിക്കും. എങ്കിലൊരു കാര്യം ചെയ്യും. അമ്പലത്തിന് പുറകിൽ മഷി നോക്കുന്ന ഒരാളിരിപ്പുണ്ട്. എന്നിട്ട് അയാളോട് ചെന്ന് ചോദിക്കും, നിധി കാണിക്കുന്ന കള്ളം എന്താണെന്ന് അയാൾ പറഞ്ഞു തരും. ഞങ്ങൾക്കേ വേറെ പണിയുണ്ട്. വാ ആന്റി. എടി, നിന്നെ ഇന്ന് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ സർവ്വ കള്ളവും ഞാനിന്ന് പൊളിക്കും. എടുത്തി 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 ഒന്നിങ്ങ് വന്നേ. എടുത്തി എടുത്തിങ്ങ് വന്നേ. ഇങ്ങോട്ട് വരാൻ നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞേ? എടുത്തി ഇങ്ങോട്ട് വാ. നിക്കടി. വിടാൻ. നിക്കാൻ. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത്? വെറുതെ വന്നൊന്നും അല്ല എടുത്തി. ഞാൻ നോക്കുമ്പോ രണ്ടെണ്ണവും കൂടി ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ രണ്ടെണ്ണത്തെയും കൈയോടെ പിടികൂടിയതാ. ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ടത്തി തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കും. അപ്പോ നേരത്തെ ഞാൻ കണ്ടത് നിങ്ങളെ തന്നെയായിരുന്നല്ലേ? അപ്പൊ തന്നെ ഞാൻ ഗൗതമിനോട് പറഞ്ഞത് നിങ്ങൾ രണ്ടും ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ അവൻ പറഞ്ഞത് നീ നിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുവാന്ന്. പറഞ്ഞിതി, നീ ഇവളുടെ കൂടെ എങ്ങനെ ഇവിടെ വന്നത്? പറഞ്ഞു കൊടുക്ക്. ഏട്ടത്തി ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നിധി നീ അമ്മയുടെ വീട്ടിലേക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞത്? ഇവളുടെ കൂടെ നീ എങ്ങനെ ഇവിടെ എത്തിയത്? പറ. അമ്മ, അത് ഞാൻ ഇനി കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എന്താന്ന് വെച്ചാ ഉള്ള സത്യം ഒന്ന് തുറന്നു പറ. നീ എന്തിനാ ഇവളുടെ കൂടെ അമ്പലത്തിൽ വന്നത്? പാർവതി. പാർവതി എന്നോ? വീട്ടില് വേലയ്ക്ക് നിന്ന ഒരുത്തി വീട്ടുടമസ്ഥയെ പേര് പറഞ്ഞു വിളിക്കുന്നോ? അമ്പലമൊന്നൊന്നും നോക്കില്ല. വെച്ചൊരു വീക്ക് വെച്ചെന്നാണ്. ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കരുത്. എങ്കിൽ ഏട്ടത്തി ചോദിച്ചതിന് മറുപടി പറയടി. ഇത്ര സ്നേഹം കാണിച്ചു കൂടെ കൊണ്ട് നടക്കാനും ഒളിപ്പിച്ചു വെക്കാനും ഇവള് നിന്റെ ആരാ? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. എന്തിനാ നിധി, എന്തിനാ നീ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങിയിട്ട് ഈ പണി കാണിച്ചത്? ഈ നിർമ്മലയെ പിടിക്കാനാണല്ലോ CKC നടക്കുന്നത്. ഇപ്പൊ ഒരു കോൾ ചെയ്ത് CKC വിവരം അറിയിച്ച ഇവിടുന്ന് തന്നെ CKC ഇവളെ പൊക്കിക്കൊണ്ട് പോയിക്കോളും. ഏട്ടത്തി, ഇവരെ വിടരുത്. ഞാനിപ്പോ വരാം. വസ്തു കൂടെ നിന്നതുകൊണ്ട് മാത്രം എനിക്കൊന്ന് തുറന്നു ചോദിക്കാൻ പറ്റാതായി പോയത്. എന്നെ കണ്ടിട്ടല്ലേ രണ്ടെണ്ണം കൂടി പോയി ഒളിച്ചത്? എന്നെ കാണുമ്പോ ഒളിക്കണമെങ്കിൽ അതിലെന്തോ വലിയ കള്ളം ഉണ്ടെന്ന് തന്നെയല്ലേ? പറ. എങ്ങോട്ട് പോയാലും എന്നോട് പറഞ്ഞിട്ട് പോകുന്നവളല്ലേ നീ?
ഇന്ന് അതുപോലും ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത്തരം പിത്തലാട്ടങ്ങൾ എന്നോട് കാണിക്കുന്നത്? എന്റെ മോനെ എന്നിൽ നിന്ന് അകറ്റിയെടുക്കാൻ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചല്ലേ? അതിനുള്ള നേർച്ച നടത്താനായിട്ടായിരിക്കും രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് വന്നത് അല്ലേ? അയ്യോ, സത്യമായിട്ടല്ലമ്മേ. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു പോയ നീ പിന്നെ എങ്ങനെ ഇവിടെ വന്നു? അത് പറ. ഞാൻ അമ്മയെ കാണാൻ വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോഴാ നിർമ്മലാന്റെ ഒരു ഗുളിക തീർന്നു എന്ന് പറഞ്ഞ് വിളിച്ചത്. ഗുളികയും കൊണ്ട് ചെന്നപ്പോ അമ്പലത്തിലേക്ക് വരണമെന്ന് ആന്റി പറഞ്ഞു. ആന്റിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കൂട്ടു വന്നത്. മനുഷ്യന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കള്ളം പറ നിധി. ഇത്തരം കല്ലുവെച്ച നുണകളൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എങ്ങനെ ഈ സത്യം അറിയിച്ച് എന്റെ അടുത്ത് നിന്നും അവനെ ഇവളുടെ കൂടെ ചേർക്കണം.